ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ഉടൻ തന്നെ ഒരു റിയൂണിയൻ സംഭവിക്കുമോ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഉടൻ തന്നെ ഒരു റിയൂണിയൻ സംഭവിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക. ടൈംലെസ് ആണ്, ജനറലാണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കുക കേട്ടോ. അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം. ടൈംലെസ് ആണ്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ തമ്മിൽ ഉടൻ തന്നെ ഒരു റിയൂണിയൻ സംഭവിക്കുമോ? നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ഉടൻ തന്നെ സംഭവിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഓക്കെ, വളരെ നന്നായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ. ആർക്കും, ഏതൊരു വ്യക്തിക്കും കണ്ടു കഴിഞ്ഞാൽ അസൂയ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്കോ ഫ്രണ്ട്സിനോ ആർക്കും, ഏതൊരു പൊട്ടനും കണ്ടാലും അസൂയ തോന്നും വിധമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ചിന്തിക്കും, അതിന് മാത്രം ഉണ്ടോ എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ ബന്ധം, ഞാനും ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹം എന്നുള്ളത്. സത്യമാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ സ്നേഹം പുറത്തു നിന്ന് ആര് കണ്ടാലും അത്രയ്ക്കും അസൂയപ്പെടും. അത്രയും മനോഹരമാണ് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത്. നിങ്ങൾ ആ സ്നേഹം ഷെയർ ചെയ്യുന്ന രീതി, നിങ്ങൾ ആ സ്നേഹം പ്രതിപാദിക്കുന്ന രീതി, നിങ്ങളത് വിസിബിൾ ആക്കുന്ന രീതിയൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അത് യൂണിവേഴ്സിന് അത്രയ്ക്കും പ്രിയമുള്ളവരാണ് നിങ്ങളെത്രയ്ക്കും കാലിൽ തട്ടാതെ കൈകളിൽ കൊണ്ടുപോകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് പിന്നെ എങ്ങനെ വിള്ളൽ വീണു എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഉത്തരം പറയാനുണ്ടായിരിക്കുക? ഇപ്പോൾ പരസ്പരം തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ, ബ്രേക്കിംഗ് സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഇല്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല, പിന്നെന്താ ഒന്ന് നോക്ക പോലും ഇല്ല, ലെറ്റർ ഇടുക, മെസ്സേജ് അയയ്ക്കുക, ബ്ലോക്കിംഗ് സിറ്റുവേഷൻ, ഇതിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് പറ്റിയത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത്രയ്ക്കും ആളുകൾ അസൂയയോടെ കാണുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത്? അതിനുള്ള റീസൺ ഈ കാർഡിൽ പറയുന്നുണ്ട്. എവിടേക്കോ നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ആ ഒരു വിശ്വാസവും ആ ബോണ്ടിങ്ങും ഒക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടു. നിങ്ങൾ തല്ലൂടുമ്പോൾ പറഞ്ഞിട്ടുള്ള പല വാക്കുകൾ, വഴക്കിടുമ്പോൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ പരസ്പരം കുത്തി നോവിച്ചു തുടങ്ങി. ആ നോവിക്കലിൽ രണ്ടുപേരുടെ ഹൃദയം നല്ല രീതിയിൽ തകർന്നു. ഇനി വീണ്ടും അത് ഏച്ചു കൂട്ടിയാൽ മുളച്ചിരിക്കുന്ന പറയില്ല, ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ ജോയിൻ്റ് ആയാലും വീണ്ടും ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എന്തിനാ ജോയിൻ്റ് ആവുന്നത്? രണ്ടുപേരും അകന്നു പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ല വിഷമമാണ്.
എന്നാൽ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയത്തുമില്ല. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുകൾ തുടങ്ങിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് പോലും അറിയില്ല എന്ത് കാരണത്താലാണ് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നതെന്ന്. എന്തോ ഒരു കാര്യം പറഞ്ഞാൽ അതുമ്പോൾ തുടങ്ങി ഇങ്ങനെ ആയതാണ്. അല്ലാതെ മിണ്ടുമ്പോഴേക്കുള്ളൊരു വഴക്ക്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ സ്വാഭാവികമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നിട്ടിരിക്കുക പൊട്ടനായിട്ടിരിക്കുക, എല്ലാം ചെയ്തു വെച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് വീണ ചില വാക്ക് ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓപ്പോസിറ്റും ആയിരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല വാക്കുകൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, എന്തുകൊണ്ട് അവർ പോയത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു പൊട്ടനായിട്ടാണ് അല്ലെങ്കിൽ പൊട്ടത്തിയായിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. കയ്യിൽ കിട്ടുമ്പം മുറ്റത്ത് മുല്ലയ്ക്ക് മണല്ല എന്ന് പറയുന്ന പോലെ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന് വില അറിയില്ല. അത് പോകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലായോ? പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കാനോ നിങ്ങളെ അങ്ങനെ വേറെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെയോ ഒന്നും ആ വ്യക്തിക്ക് പറ്റത്തില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര പ്രിയമാണ്. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. കാരണം അത്രയ്ക്കും സ്നേഹത്തോടെ നിങ്ങളെ കൊണ്ടുപോയിരുന്ന ഒരാളാണ്. അത്രയ്ക്കും നിങ്ങളെ ഹാപ്പിയാക്കാൻ ആഗ്രഹിച്ചൊരാളാണ്. എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ അത്രത്തോളം ഇഷ്ടപ്പെട്ട് നിങ്ങളെ കൊണ്ടുപോയിരുന്ന ഒരാളാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സിൻസിയറായിരുന്നു. തെറ്റ് വന്നാൽ പരസ്പരം അങ്ങോട്ട് ഒരു കാര്യം വന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ രണ്ടാളും നല്ല രീതിയിൽ അതിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് അതിനൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോയിരുന്നൊരു റിലേഷൻഷിപ്പായിരുന്നു. ഇടയ്ക്കൊരാൾ കയറി വന്നു, പക്ഷേ ഒന്നുമല്ല, ഒരു കാര്യമല്ല, ജസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ നിങ്ങളതിൽ സംശയരോഗം കാണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളവിടെ കാണിച്ചു, നിങ്ങളുടെ ഒരു അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചു. അതിലവർക്ക് ആകെ മനം തകർന്നു, ഹൃദയം തകർന്നു. അവർ നിങ്ങളെ വിട്ടുപോയി. അല്ലേ? ശരിയല്ലേ? അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അവർ നിങ്ങളിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് നിങ്ങളിപ്പോഴും ചിന്തിക്കുക അവർ വരണം എന്നുള്ളത്. മെയിൻ റീസൺ ആരാ? മെയിനായിട്ടുള്ളൊരു കാരണക്കാരാരാ? നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് നിങ്ങളിപ്പോഴും അവർ വരണം എന്ന് പറയും. നിങ്ങളാണ് അവരെ പറഞ്ഞയച്ചത്. അപ്പോൾ ഉടനെ തന്നെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. മേ ബി ഒരു റിയൂണിയൻ ആയിരിക്കാം. പക്ഷേ ഉറപ്പാണ് ഒരു റിയൂണിയൻ പോസിബിളാണ്. പക്ഷെ പോസിബിൾ ആയാലും നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു നാച്ചുറൽ ഒരു ബിഹേവിയറൊക്കെ മാറ്റണം. ഫോർഗീവ് ചെയ്യാൻ പഠിക്കണം, ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. രണ്ടുപേരും വന്ന് പരസ്പരം തെറ്റും പൊറുതിയൊക്കെ പറഞ്ഞ് തീർത്ത് ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ഡിസിഷൻ അവരെടുത്തിട്ട് മുന്നോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു റിയൂണിയൻ ഉറപ്പായിട്ടും പോസിബിളാണ്. നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ മേ ബി ഇങ്ങനെ തന്നെ വീണ്ടും അത് കട്ടായി പോകാം. കാരണം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ നാവ് കുറച്ച് മൂർച്ചയേറിയതാണ്. നിങ്ങളുടെ ത്രോട്ട് പ്രോസസ്സ് കുറച്ച് കുഴപ്പമുള്ളതാണ്. സോ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മേ ബി ഈ ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ അഗെയിൻ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്, ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ആ വ്യക്തി തന്നെ സ്വന്തമായി സ്വന്തം കഴിവിൽ സ്വന്തം അധ്വാനത്തിൽ പടുത്തുയർത്താൻ പറ്റിയ ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ പോസിബിളാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മൊമെൻറ്റ്സ് വരാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും എന്ത് വന്നാലും നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മതി, അത് വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് കിട്ടുന്നില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് നടന്നിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉടനെ തന്നെ റിയൂണിയൻ പോസിബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങളുടെ സ്ട്രഗിൾ മാറി ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആ ഒരു വെളിച്ചത്തിൽ നിങ്ങളെ ഹാപ്പി ആയിട്ടൊരു വെളിച്ചം കൊണ്ട് നിങ്ങൾ ഇരുട്ടിനെ സൂര്യപ്രകാശം പോലെ വെണ്മയുള്ളതാക്കി തീർക്കണം. അത് നിങ്ങളുടെ കഴിവാണ്. ഒരു കൊച്ചു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവണം. ഓക്കെ? ഇല്ല എനിക്കതില്ല ഇതില്ല എന്നും പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് ഇന്ന സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് നോക്കാം.
ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ റിയൂണിയൻ പോസിബിൾ ആവുന്ന ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത കാലത്ത് തന്നെ ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരോട് പറയുക. നിങ്ങൾ റിയൂണിയനിലാവുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടമില്ലാത്തത്, ഇങ്ങനെയൊക്കെ നീ ചെയ്തപ്പോഴാണ് എനിക്ക് പ്രശ്നമായത് എന്നൊക്കെ പറയുക. അപ്പോൾ പരസ്പരം തെറ്റും പുറകെയും പറഞ്ഞ് മനസ്സിലാക്കുമ്പം അപ്പിയർ ബിഗ് ഹാപ്പി ചേഞ്ചസ്, നല്ല ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. പരസ്പരം പറഞ്ഞ് തീർത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഹെർമിറ്റ് എനർജി കണ്ടോ, അത്ര ഹാപ്പി ആയിട്ടുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കെയർ അബൌട്ട് ദിസ്. ഓക്കെ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്നേഹമാണ് അവരുടെ. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ കൺഫർമേഷൻ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ എൻകറേജ് ചെയ്യാനും വളരെയധികം പറ്റുന്ന വ്യക്തികളാണ്. നിങ്ങൾ അത്രയും ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തിയാണ്, വെച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇറ്റ്സ് എ പെറ്റ് ലവർ. പെറ്റ്സിനെ വളരെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഗോഡ് ഓർ യൂണിവേഴ്സ് വിത്ത് യു. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയ്ക്കും ഒരു അധപ്പതിച്ച ഒരു സ്റ്റേജിലൊന്നും എത്താതെ ഇപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അത് യൂണിവേഴ്സിൻ്റെ വലിയൊരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുക, ജേർണൽ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ 3 ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.